ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വലിയ പ്ലാസ്റ്റിക് ബോട്ടിലായിട്ടാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ വാലന്റൈൻസ് ഡേക്ക് ഒരു ചെലവും ഇല്ലാതെ നല്ല ഗിഫ്റ്റ് ഐഡിയാസും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഞാൻ ഈ ബോട്ടിലിനെ 3 പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ഈ 3 പാർട്സ് വെച്ചിട്ട് എങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള ഗിഫ്റ്റ് ഐഡിയാസ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വാലന്റൈൻസ് ഡേ അടുത്ത് വരികയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേയുടെ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യണത്. ഇനിയും ഉണ്ട് കേട്ടോ വാലന്റൈൻസ് ഡേ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസ്. അപ്പൊ ആ മുകളിലത്തെ പോർഷൻ ഞാൻ ബോട്ടിലിന്റെ എടുത്തിട്ടുണ്ട്. അതിൽ സെയിം റൗണ്ട് ഷേപ്പായിട്ട് ഞാനിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. റെഡ് കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വാലന്റൈൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, റെഡ് കളറായിരിക്കും അധികവും നമുക്ക് ഓർമ്മ വരിക. അപ്പൊ ആ റെഡ് കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെ ഞാൻ അടിയിൽ വെക്കാനുള്ള ഒരു സെയിം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യുന്നത് ചാർട്ടിലേക്ക്, ഒരു വൈറ്റ് ചാർട്ടിലേക്ക് ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ അതൊരു ഹാർട്ട് ഷേപ്പ് വരച്ചു. ഇനി അതിന്റെ ഉള്ളിലേക്കും ഒരു കുഞ്ഞു ഹാർട്ട് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അതായത് ഈ ബോട്ടിലിനകത്ത് ഒരു ഹാങ്ങിങ് പോലെ ചെയ്യാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതവിടെ ഞാൻ ആ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിന്റെ ഉള്ളിലത്തെ പോർഷന് ഒരു പേപ്പർ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ആ ഉള്ളിലത്തെ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു നമ്മുടെ ലവ് സ്വാൻസ് ഉണ്ടല്ലോ, ആ ഷേപ്പ് അവിടെ വരച്ചെടുക്കുകയാണ്. 2 സ്വാൻസ് ലവ് ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പിക്ചറാണ്. ഇത് ഞാനിവിടെ വരച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ആ ഹാങ്ങിങ്ങിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതും ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിവിടെ വരച്ചെടുത്തു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഹാർട്ട് ഷേപ്പിലേക്ക് റെഡ് വൂളൻ ത്രെഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാൻ പോവാണ്. ഒന്ന് ചുറ്റിച്ച് ഇങ്ങനെ കവർ ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ഹാർട്ട് ഷേപ്പ് എല്ലാം റെഡ് മയാണ്. വാലന്റൈൻസ് എന്ന് പറയുമ്പോൾ മൊത്തം ഒരു റെഡ് മയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ നമുക്ക് നല്ല സ്പീഡിലൊന്ന് ചുറ്റിച്ചെടുക്കാം. കണ്ടോ, അപ്പൊ ആ ഹാർട്ട് ഞാനിങ്ങനെ ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞു വൂളൻ ത്രെഡ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആ സ്വാനിനെ അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഞാൻ അതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ മുകളിലെ പോർഷൻ, ആ ബോട്ടിലിന്റെ അതിനകത്തേക്ക് ഈ ഒരു ഹാങ്ങിങ് എടുത്തിട്ട് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. ആ ടോപ്പ് പോർഷനിലൂടെ പുറത്തേക്ക് എടുത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ അതിനകത്ത് കിടന്നിങ്ങനെ ആടുന്ന പോലെ നമുക്ക് കാണാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് താഴ്ഭാഗം ആ ഗ്ലിറ്റർ ഫോം ഷീറ്റ്, റെഡ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ ഒരു റെഡ് കളറില്ലേ, അതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഗോൾഡൻ ബീഡ്സ് ഉണ്ട് എന്റെ കയ്യിൽ. അത് ഞാൻ ഈ ബോട്ടിലിനകത്തേക്ക് അടിയിലേക്ക് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഇതിനകത്തേക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. എന്തൊക്കെ നമുക്ക് ഭംഗി തോന്നുന്നു അതൊക്കെ നമ്മുടെ വാലന്റൈനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ആക്കി തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ബോട്ടിലിന്റെ ക്യാപ്പ് അടച്ചു. എന്നിട്ട് അതിന്റെ മുകളിലേക്കും ഇതുപോലെ റെഡ് വൂളൻ ത്രെഡ് വെച്ച് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുകയാണ്. ഫുള്ള് കവർ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ബോട്ടിൽ ക്യാപ്പ് കാണാത്ത രീതിയിൽ നമുക്കത് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊരു റെഡ് റിബണും കൂടി കെട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗിഫ്റ്റ് റെഡിയായി. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഗിഫ്റ്റ് കേട്ടോ. നമ്മൾ ചെയ്തെടുക്കുന്ന ഫസ്റ്റ് ഗിഫ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു റിബൺ ഇങ്ങനെ ബോ കെട്ടുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഈ ഒരു ബോ കെട്ടാനായിട്ട്. അപ്പൊ ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇപ്പൊ ഒരു ബോ കെട്ടിയെടുത്ത് കഴിഞ്ഞ് സാറ്റൻ റിബൺ വെച്ചിട്ട്, എന്റെ റെഡ് കളർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഏകദേശം അതിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു കളർ എടുത്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഗിഫ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അടിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഗോൾഡൻ ബീഡ്സ് ഒക്കെ വെച്ച് ഭംഗിയാക്കി എടുക്കാം കേട്ടോ. ഇനി അടുത്തത് ഏറ്റവും താഴെയുള്ള പോർഷൻ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആ ബോട്ടിലിന്റെ ഏറ്റവും അടിയിലുള്ള ആ ഒരു ഫ്ലവർ ഷേപ്പിലുള്ള ഒരു പോർഷൻ ഇല്ലേ, അവിടെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഒരു ഫ്ലവർ, ഒരു കൊട്ട പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ഞാൻ റെഡ് ഫോം ഷീറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു റിങ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് ഇങ്ങനെ റൗണ്ടിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു പീസ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇങ്ങനെ വെച്ച് റൗണ്ട് ചെയ്തു. അപ്പൊ ഒരു പാത്രം പോലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു പിടിക്കാനുള്ള ഒരു പിടി വെക്കാനായിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റിന്റെ ഒരു ചെറിയൊരു ലൈൻ പോലെ വെട്ടിയെടുത്തിരിക്കുകയാണ്. അതും കൂടി നമുക്ക് അതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതും റെഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്.
ഇപ്പോൾ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് മുഴുവൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ എല്ലാ 3 ടൈപ്പ് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു എന്താ പറയാ കൊട്ടയ്ക്കകത്തേക്ക് വെക്കാനായിട്ട് ഞാനൊരു നമ്മുടെ വാലന്റൈൻ ടെഡീനെ ഉണ്ടാക്കിയെടുക്കാൻ പോകണം. അപ്പൊ റെഡും വൈറ്റും കോമ്പിനേഷനിലുള്ള ഒരു ടെഡി ബെയറിനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു കുഞ്ഞു ടെഡി ബെയറിനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 4 ഫിംഗർ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ വൈറ്റ് വൂളൻ ത്രെഡ് ചുറ്റിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പോംപോം പോലെയുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഇങ്ങനെ ചുറ്റിച്ചെടുത്തത് നടുവിൽ വെച്ച് ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. ഇനി ഇത് കട്ട് ചെയ്ത് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പ് ബോൾ പോലെ ആക്കി എടുക്കാനുള്ളതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ നന്നായിട്ട് വെച്ച് കെട്ടി കൊടുക്കുക. അപ്പൊ ഇതും ഈ ടെഡി ബെയറിനും റെഡും വൈറ്റും കോമ്പിനേഷനാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ പോംപോം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാം. മുൻപൊരു വോൾ ഹാങ്ങിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലത്തെ ഒരു പോംപോം ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വൂള് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സൈഡ് ഒപ്പം വെച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഭംഗിയാക്കി എടുക്കാം. അപ്പൊ ഇത് വലുതൊരെണ്ണം വേണം നമുക്ക്. വലിയൊരു ബോൾ പോലത്തെ ഷേപ്പും വേണം. അതുപോലെ ഇതിന്റെ തൊട്ട് ചെറിയൊരു സൈസും നമുക്ക് വേണം കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഞാനൊരു ചെറിയ സൈസിലുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വൈറ്റ് കളറിൽ. ഇനി നമ്മൾ റെഡ് കളറിൽ ഒരു 6 എണ്ണം ഇതുപോലെ ഒരു വിരലിന്റെ വലിപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. റെഡ് വൂളൻ ത്രെഡ് വെച്ചാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു 6 പീസ് വേണം കേട്ടോ നമുക്ക് ഈ ടെഡി ബെയർ ഉണ്ടാക്കാനായിട്ട്. അതിന്റെ ചെവിയും കൈയും കാലും ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞു ബോൾസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇതാ നല്ല ഭംഗിയായിട്ട് നമ്മൾ റെഡ് കളറിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അതും നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് ഒപ്പാക്കി എടുക്കാം നല്ല ഭംഗിയായിട്ട് കണ്ടോ. നല്ല ചന്തമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇതാ കണ്ടോ. ഇവിടെ രണ്ട് വൈറ്റിന്റെ ബോൾസ് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പോം പോലെ. അപ്പൊ വലുതിനകത്തോട്ട് നമ്മൾ ചെറുത് വെച്ചിട്ട് സെറ്റാക്കി എടുത്തു. ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുത്തു. താഴ്ഭാഗം വലുപ്പമായിട്ടും മുകൾ വശം തലയുടെ ഭാഗം ചെറിയതായിട്ടും മതി കേട്ടോ. അപ്പൊ ഇതാ ഇനി അതിന്റെ മുകളിലേക്ക് ചെവിയായിട്ട് ഞാൻ 2 പോം വെച്ച് കൊടുക്കുന്നത് റെഡ് കളറ്. ഇനി അതേപോലെ തന്നെ കൈയിന്റെ പൊസിഷനിലും 2 എണ്ണം ഇതുപോലെ തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം. നല്ല ചെറുതായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും കാണാൻ ഭംഗി കേട്ടോ. അപ്പൊ ഇതാ ഈ കൈയിന്റെ സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആണ് നമ്മളിപ്പോ ഇത് വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ടെഡി ബെയർ പറയുമ്പോൾ എങ്ങനെ വരുന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ അതിനനുസരിച്ച് നമുക്കിതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പൊ ചെവിയായി കൈയായി. ഇനി താഴ്ഭാഗത്ത് കാലിന്റെ അവിടെയും നമുക്കിതുപോലെ തന്നെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നമ്മുടെ ആ ഒരു റെഡ് പോംപോം വെച്ച് കൊടുക്കാം കണ്ടോ. അപ്പൊ നമ്മുടെ ടെഡി ബെയർ ഏകദേശം റെഡിയായി. ഇനി കണ്ണും മൂക്കൊക്കെ വെച്ച് കൊടുക്കാം നമുക്ക്. കണ്ണിനായിട്ട് ഞാനിവിടെ എന്റെ സ്റ്റിക്കർ പൊട്ടാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ പൊട്ടാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പൊ അത് 2 എണ്ണം എടുത്തിട്ട് കണ്ണ് വെച്ച് കൊടുക്കാം നമുക്ക്. 2 കുഞ്ഞു കണ്ണ് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു ബ്ലാക്ക് കളറിലുള്ള കുഞ്ഞു പൊട്ടാണ് ഞാൻ എടുത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ 2 കണ്ണായി. ഇനി ചുണ്ടിനായിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെ കുഞ്ഞു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി വെച്ച് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതാ നമ്മുടെ വാലന്റൈൻ ടെഡി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ചന്തായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ടെഡി ബെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് നമ്മുടെ ആ ഒരു കൊട്ടയ്ക്കകത്തേക്ക് വെച്ചു കൊടുക്കാം കണ്ടോ. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ്സോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് നല്ല ഭംഗിയാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു കുഞ്ഞു ബോ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാറ്റൻ റിബൺ വെച്ചിട്ട് ഒരു ചെറിയ ബോ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാണ്. ഇനി അതിലേക്ക് ഞാനൊരു കുഞ്ഞു വൈറ്റ് ബീഡും കൂടി ആ ബോവിന്റെ നടുവിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഗിഫ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തേനായിട്ട് ആ സെന്റർ പോർഷൻ ആണ് എടുത്തേക്കുന്നത്. അതിന്റെ 2 സൈഡ് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം നല്ല ഭംഗിയായിട്ട്. ഇനി ഇതിന്റെ ഒരു സൈഡ് നമ്മൾ ഉള്ളിലേക്ക് വലിച്ചൊന്ന് മടക്കി കൊടുത്താൽ നമുക്ക് ഹാർട്ട് ഷേപ്പ് ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു പോർഷൻ നമുക്ക് ഹാർട്ട് ഷേപ്പ് ആയിട്ട് കിട്ടും കണ്ടോ. ഇപ്പൊ നമുക്ക് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു സംഭവമായിട്ട് കിട്ടി. ഇത് വളരെ സിമ്പിൾ ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് റെഡ് ഗ്ലിറ്റർ ഫോം ഷീറ്റിലേക്ക് 2 സൈഡിലേക്കുള്ള ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ സെയിം അളവ് വെച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് ഞാനൊന്ന് വരച്ചെടുത്ത് വെട്ടി കൊടുക്കുകയാണ് കേട്ടോ. റെഡ് കളർ തന്നെയായിരിക്കും ഇതിനും ഭംഗി വരാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒറ്റ ഗ്ലിറ്റർ ഫോം ഷീറ്റിലാണ് ഇത് 3 ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ 2 ഹാർട്ട് ഷേപ്പ് ഞാൻ കട്ട് ചെയ്തു. മുകളിലേക്കും താഴേക്കും വെച്ച് ഒട്ടിക്കാനുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഇത് രണ്ടും.
ഇനി നമ്മൾ ചെയ്യുന്നത് താഴ്ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഹാർട്ട് ഷേപ്പ് അതൊന്ന് താഴ്ഭാഗം ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് അടിവശം ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അടിയിലത്തെ ഭാഗം ഞാൻ ഒട്ടിച്ചു കൊടുത്തു. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സൈഡ് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എക്സസൈഡിലെ ഭാഗങ്ങളൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് ശരിയാക്കി കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യുന്നത് റെഡ് കളർ പേപ്പർ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലൊരു കുഞ്ഞൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിങ്ങനെ ആ സൈഡിലേക്ക് വെച്ചിട്ട് ഒന്ന് ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ആ ഒരു ഒട്ടിച്ച ഒരു അഭംഗി മാറാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചെറിയ ബോർഡർ പോലെ അതിങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മളിത് നമ്മുടെ താഴ്വശം ഒന്ന് നല്ല ഭംഗിയായിട്ട് കവർ ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗോൾഡൻ ബീഡ്സ് ഇടാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വാലന്റൈനിനെ എഴുതാൻ പറ്റിയ നല്ലൊരു റൈറ്റിംഗ് ഒരു ലെറ്റർ പോലെ ഇങ്ങനെ കെട്ടിവെച്ച് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഇതാ ഗോൾഡൻ ബീഡ്സ് ഇട്ടു. ഇനി ഞാൻ ചെയ്യുന്നത് ഇതാ കണ്ടോ, ഒരു ലെറ്റർ ഇങ്ങനെ എഴുതി നമുക്കിങ്ങനെ സാരൻ റിബൺ വെച്ച് കെട്ടിവെക്കാം. ഇനി നമുക്ക് ഇതിന്റെ മോൾവശം ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ വേണം. അതുകൊണ്ട് അത് അവിടെ ഒട്ടിക്കുന്നില്ല. അതിന് പകരമായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഹാർട്ട് ഷേപ്പിന്റെ സൈഡിലേക്ക് ഞാൻ ഇവിടെ ഒരു റെഡ് കളർ പേപ്പർ വെച്ചിട്ട് ഒന്ന് തിക്നെസ് കിട്ടാൻ വേണ്ടി അതിങ്ങനെ മടക്കാണ്, നടുമടക്കാണ്. മടക്കി നല്ല ഭംഗിയായിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ഒപ്പം വെച്ച് കട്ട് ചെയ്ത് സൈഡിലേക്ക് ഒന്ന് വെച്ചിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒരു മൂടി പോലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഗ്ലൂ ഗൺ വെച്ച് ഞാൻ ഇതിന്റെ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ആ ഷേപ്പിൽ തന്നെ നമ്മളിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് അവിടെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു കുഞ്ഞു ഫ്ലവർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ടോപ്പ് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന്റെ സൈഡൊക്കെ ഒന്ന് അഭംഗി മാറ്റാനായിട്ട് ഞാൻ ഇവിടെ വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ സൈഡിൽ ഒട്ടിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് ബീഡ്സ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ആ പൂവില്ലാത്ത ഭാഗങ്ങളിലൊക്കെ ഞാനിങ്ങനെ ആ വൈറ്റ് ബീഡ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. എന്റെ മോളുടെ ഹെയർ ബാൻഡിലുള്ള ഒരു പൂവാണ് കേട്ടോ ഞാൻ അവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അതിന്റെ സെന്ററിലുള്ളതും ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു സംഭവമായത് കൊണ്ടാണ് ഞാൻ അത് ആ ഒരു ഫ്ലവർ തന്നെ അവിടെ വെക്കാൻ കാരണം. ഇപ്പൊ ഇതാ ഭംഗിയായിട്ട് നമ്മളിങ്ങനെ ആ ഒരു വൈറ്റ് ബീഡ്സും ഒട്ടിച്ചു കൊടുത്തു. ഇപ്പൊ ഇതാ മുകളിലത്തെ ഭാഗം നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ 3 ഗിഫ്റ്റ് ഐഡിയാസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. തീരെ ചെലവും നമുക്ക് വരുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരോടും ഒരുപാട് നന്ദിയോടെ സ്റ്റേ സേഫ് ആൻഡ് ബൈ.